വായിക്കൂ. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. മോശയും അഹ്റോനും ഫറവോയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, മരുഭൂമിയിൽ വന്ന് എൻ്റെ ബഹുമാനാർത്ഥം പൂജാമഹോത്സവം ആഘോഷിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ ഫറവോ ചോദിച്ചു, ആരാണ് കർത്താവ്? അവൻ്റെ വാക്ക് കേട്ട് ഞാൻ എന്തിന് ഇസ്രായേൽക്കാരെ വിട്ടയക്കണം? ഞാൻ കർത്താവിനെ അറിയുന്നില്ല, ഇസ്രായേൽക്കാരെ വിട്ടയക്കുകയുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഹെബ്രായരുടെ ദൈവം ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു. ആകയാൽ 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുക. അല്ലാത്ത പക്ഷം അവിടുന്ന് മഹാമാരി കൊണ്ടോ വാൾ കൊണ്ടോ ഞങ്ങളെ ശിക്ഷിക്കും. പ്രിയമുള്ളവരെ, മോശയും അഹ്റോനും നീണ്ട നാളത്തെ ഒരുക്കത്തിന് ശേഷം ശക്തി സംഭരിച്ച് ദൈവത്തിൻ്റെ കൃപ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന് ഫറവോയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കാൻ ചെന്നിരിക്കുകയാണ്. അവിടെ ഫറവോ അവരോട് ചോദിക്കുക, ആരാണ് കർത്താവ്? കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇവരെ വിട്ടയക്കുന്ന എനിക്കെന്താ ബാധ്യതയുള്ളതെന്ന് ചോദിക്കുകയാണ്. അവിടെ അവർ പറയുക, ഹെബ്രായരുടെ ദൈവമാണ് കർത്താവ്. അവനെ ആരാധിക്കാൻ 3 ദിവസം യാത്ര ചെയ്ത് മരുഭൂമിയിൽ പോയി ആഘോഷത്തോടു കൂടി അവനെ ആരാധിക്കണം. നീ വിട്ടയക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ പ്രഹരിക്കും. പക്ഷേ ഫറവോ ഇത് അനുസരിക്കാതെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വരുമ്പോൾ, ഒന്ന്, കർത്താവ് ആരാണെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക എന്നത്, ഫറവോയോട് അത് ബോധ്യപ്പെടുത്തുക എന്നതും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. 2, 3 ദിവസത്തെ വഴിയാത്ര. 3 ദിവസം എന്ന് പറയുമ്പം നമുക്കറിയാം 3-ന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒന്ന്, 3 ദിവസമാണ് യോന തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കിടന്നത്. 3-ാം ദിവസം അവന് വിടുതല. അതും ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടിയുള്ള ആഹ്വാനത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. മറ്റൊരു 3 ദിവസം കാണുന്നത് ഈശോ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു. 3-ാം ദിവസം അവരവനെ തേടിപ്പിടിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈശോ നമുക്ക് നഷ്ടമാകാറുണ്ട്. ഈ ഔസേപ്പും മറിയവും അവനെ തേടിപ്പിടിക്കാൻ പോയതുപോലെ ഒരു തിരിച്ചുയാത്ര നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടതുണ്ട്. ഈശോയെ കൂട്ടിക്കൊണ്ടു വേണം നമ്മുടെ യാത്ര എന്നത് അതും നമുക്ക് നൽകുന്ന ഒരു പാഠമാണ്. ഈശോ ഇല്ലാതെ മുന്നോട്ട് പോകാതെ ഈശോ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ, അത് ബോധ്യപ്പെട്ടാൽ അന്നേരം തന്നെ തിരിച്ചുപോയി എവിടെ വെച്ചാ നഷ്ടപ്പെട്ടതെന്ന് കണ്ടെത്തി ഈശോയെ കൂട്ടി ഈശോയുടെ കൂടെയുള്ള യാത്രയാണ് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് പറ്റുന്നുണ്ട്. മറ്റൊന്ന്, 3-ാം ദിനം അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ നിൽക്കുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് സംഗ്രഹിക്കാം. 3-ാം ദിവസം 3 ദിവസത്തെ വഴിയാത്ര കഴിഞ്ഞ് ബലിയർപ്പിക്കാനാണ് ഈശോ പറഞ്ഞത്. പ്രിയമുള്ളവരെ, അത് ഒരു വേർപാടിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സൂചന നൽകുന്നുണ്ട്. പാപത്തിൻ്റെയും തിന്മയുടെയും എല്ലാവിധ അടിമത്തത്തിൻ്റെയും മോചനം, അവിടെ നിന്നുള്ള ഒരു വിടുതൽ, ആ ഒരു വേർപാട്, ആ വേർപാടിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് വേണം ബലിയർപ്പിക്കാൻ. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ബലിയർപ്പിക്കാനല്ല, നീ 3 ദിവസത്തെ ഒരുക്കം, 3 ദിവസത്തെ വേർപാട്, അതിനുശേഷം ഒരുക്കത്തോടുകൂടി ബലിയർപ്പിക്കുവാൻ അവരെ പറഞ്ഞയക്കുവാൻ ആഗ്രഹിക്കുന്ന തമ്പുരാൻ നമുക്കും നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ദൈവം ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റാതെ പ്രതിസന്ധി വരുമ്പം, പ്രയാസങ്ങൾ വരുമ്പം എല്ലാം മറന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മോചനം നമുക്ക് വേണം. നമുക്കെന്നും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാനും ബലിയർപ്പണത്തിലേക്ക് കടന്നു വരുമ്പം അതെ നല്ല ഒരുക്കത്തോടു കൂടി വേർപാടിൻ്റെ ജീവിതത്തോടു കൂടി ബലിയർപ്പിക്കാനുള്ള ഒരുക്കത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.